നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനൊരു കുറവ്, അത് അസുഖോ എന്തോ ആവട്ടെ, അത് അറിഞ്ഞ ആദ്യം എന്നോട് ഒന്ന് പറയേണ്ടത് അവളല്ലേ. അതും മറച്ചു വെച്ച് ഞങ്ങൾക്കുണ്ടാവാൻ പോകുന്ന മോളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചവള്. IPS പരീക്ഷ എഴുതാൻ പോയിട്ട് അത് എഴുതാതെ അവിടെ ഇരുന്ന് കരഞ്ഞു. അതിനു മുമ്പ് അവളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതും ഞാനാ അല്ലേ. അന്ന് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയപ്പോ കൂടെ നിന്നവനല്ലേ ഞാൻ. എന്നിട്ട് അവൾ എന്നോട് മരുന്ന് കഴിക്കുന്നത് പോലും ഗർഭിണിയാവാനും നല്ല കുട്ടികൾ ജനിക്കാനാണെന്നൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് തെറ്റല്ലേ? ശരിയാ, എനിക്ക് വിവരമില്ല, പഠിപ്പില്ല, ഡോക്ടറെ അടുത്ത് സംസാരിക്കാനോ രോഗവിവരമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവളെ ഞാൻ കല്യാണം കഴിക്കുമ്പോ കൊച്ചു മുതലാളിന്ന് വിളിച്ച് ഒരു കൊച്ചിനെ പോലെ എന്നെ എഴുന്നേപ്പിച്ച് നടത്തിയതൊക്കെ ഇങ്ങനെ എന്നെ ചതിക്കാനായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ നിന്നെ. എന്തൊരു കുറുമ്പും ശാഠ്യമായിരുന്നു നിനക്ക്. എന്നെ നീ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. എല്ലാരും നിന്നെ മണ്ടനെന്നും സുഖമില്ലാത്ത കുട്ടിയെന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പോലും പോവാത്ത നിന്റെ കളിയും ചിരിയും കൂട്ടും ഒക്കെ എന്നോടായിരുന്നു. പക്ഷേ ആ നിന്നെ എല്ലാരും അവഗണിച്ച് പുച്ഛിച്ച് മാറ്റി നിർത്തിയപ്പോ ഒപ്പം നിന്ന് നിനക്ക് വിലയും നിലയും ഉണ്ടാക്കി. എന്തിന്? ഇപ്പൊ നീ എന്നോട് തർക്കിച്ചു, വാദിച്ചു. അതിനൊക്കെ നിന്നെ പ്രാപ്തയാക്കിയത് ദർശനയല്ലേ. നിന്നെ കളിയാക്കിയവരുടെ മുമ്പില് അന്തസ്സോടെ നിൽക്കാൻ പഠിപ്പിച്ചത് അവളല്ലേ. അതെ, അതാണിപ്പോ എന്റെ ഏറ്റവും വലിയ സങ്കടം. ഒന്നും അറിയാതെ കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു മൊണ്ണയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ ഇത്ര സങ്കടം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പച്ചി പറഞ്ഞതൊക്കെ ശരിയാ. ദർശന തന്നെയാ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. പക്ഷേ കൈവെള്ളയിൽ വെച്ചോണ്ട് നടന്ന് നെഞ്ചിനുള്ളിൽ എന്നെ പ്രതിഷ്ഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സമയം വന്നപ്പോ പടുകുഴിയിൽ തള്ളിയിട്ടില്ല അവള്. വേണ്ട, അവളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാ വെറുതെ? ഇനി അവളുമായി ഒത്തുപോകാൻ എനിക്ക് പറ്റില്ല. മനഃപൂർവ്വം അവളിതെല്ലാം നിന്നോട് മറച്ചു വെച്ചതായിരിക്കില്ല. ഒന്നുകിലതറിയുമ്പോ നിനക്കുണ്ടാവുന്ന പ്രയാസം. ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിന്റെ മുമ്പില് ഇങ്ങനൊരു സത്യം പറഞ്ഞ നിനക്കുണ്ടാവുന്ന തകർച്ച, നിന്റെ ബുദ്ധിമുട്ട്, അതൊക്കെ തിരിച്ചറിഞ്ഞ് പെരുമാറിയതോ ആയിക്കൂടെ. പിന്നെ അവള് ഡോക്ടറെ കണ്ടതും മരുന്ന് കഴിക്കുന്നതും ഒക്കെ അവളുടെ കുറവുകൾ പരിഹരിച്ച് നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നെങ്കിലും അതിനും വേണ്ടി വലിയ പ്രായമൊന്നും അവൾക്കായിട്ടില്ലല്ലോ. നിനക്കോ ആയിട്ടില്ല. എനിക്കൊരു മോളല്ലേ ഉള്ളൂ. അവളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര കൊല്ലമായി. ആ മോള് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നീ കാണുന്നതല്ലേ. എന്തെങ്കിലും അവൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരമ്മയെന്നുള്ളൊരു സ്ഥാനം തന്നിട്ടുണ്ടോ? ദർശനയാ, നിനക്ക് മാത്രല്ല എന്നെയും ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് എന്നെ നോക്കിയത് അവളാ. അവളീ വീട്ടിൽ വന്നിട്ടാ ഞാനൊരു ജോലിക്കാരിയല്ല, ആരുടെ അടിമയുമല്ല. എനിക്കൊരു സ്ഥാനം തന്ന് എന്നെ സ്നേഹിച്ചത് ദർശനയാ. ഏട്ടത്തെയും അങ്ങനെ തന്നെയാ. എന്താടാ, നിനക്കവള് എല്ലാം തന്നില്ലേ? നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന ഒരു മനസ്സില്ലേ അവക്ക്? അങ്ങനെയുള്ള അവൾക്കൊരു കുറവുണ്ടായി. അവൾക്കൊരു ബുദ്ധിമോശം സംഭവിച്ചു. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. മറച്ചു പിടിച്ചു. അത് നിനക്കങ്ങ് സഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇനി സമയമുണ്ട്. അവൾക്ക് നല്ല ചികിത്സ കിട്ടിയാ മാറാവുന്ന അസുഖമല്ലേ ഉള്ളൂ. പിന്നെ അത് തന്നെ പറയാതെ അപ്പച്ചി. അവൾക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല. അതല്ല എന്റെ പ്രശ്നം. അത് എന്തിന് എന്നീന്ന് മറച്ചു വെച്ചു? ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാ. ദർശന ഇല്ലെങ്കിൽ നീ വെറും വട്ടപൂജ്യമാ. അവളാണ് നിന്റെ കരുത്ത്. നീ വളർന്നു, സംസാരിക്കാനുള്ള പ്രാപ്തിയും തന്റെയും ഒക്കെയായി, സമ്മതിച്ചു. പക്ഷേ നിന്റെ മനസ്സിപ്പോഴും കുട്ടികളുടെ മനസ്സാ. കുട്ടികൾ ഇത് വേണ്ട, ഈ കളിപ്പാട്ടം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വലിച്ചെറിയുന്ന പോലെ നീ നിന്റെ തീരുമാനം ഒറ്റയ്ക്കെടുക്കരുത്. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവനെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കി. ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തപ്പോ അത് ചെയ്യാൻ പാടില്ലല്ലേ? നിലത്ത് വീണ് കിടന്ന പാഴ്മരമല്ലേ? സ്വന്തം ഭാര്യ പോലും ചവിട്ടി ചതച്ചാ പോയത്. ഇനി അപ്പച്ചിയായിട്ട് കുറയ്ക്കണ്ട, എന്ത് വേണോ പറഞ്ഞോ. പക്ഷേ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഇനി എത്ര നേരം നിന്ന് സംസാരിച്ചാലും അത് മാറുകയില്ല. അപ്പച്ചി പോകുന്നോ അതോ ഞാൻ പോണോ? ഒരിക്കൽ നീ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് നിനക്ക് തോന്നും. അപ്പൊ അത് തിരുത്താൻ കഴിയാതെ വരും. തീരുമാനം എടുത്തത് ഞാനാണല്ലോ. ഇതുവരെ ഓരോരുത്തരും തട്ടിക്കളിച്ചു. ഇനി അങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള അവസരം ഉണ്ടാക്കില്ല. ഉറപ്പാ. ഇന്നത്തോടെ ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കഴിയും. നാളെയല്ലേ അച്ഛന് ഡോക്ടർ കൺസൾട്ടേഷൻ പറഞ്ഞത്? എനിക്കിപ്പോ നിന്നെ കുറിച്ച് ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നീ നിഖിലുമായിട്ട് അടുപ്പത്തിലാണെന്ന് ഗിരിജ സംശയം പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ വേദനിച്ചു.